ഇന്ന് കിട്ടിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഹൈ ഫ്ലോ ഓക്സിജൻ തെറാപ്പി മാറ്റി ഇപ്പോൾ വെന്റി മാസ്കിലേക്ക് പരിശുദ്ധ പിതാവ് തിരിച്ചെത്തിയിരിക്കുകയാണ്. അതായത് കൺട്രോൾഡ് ഓക്സിജൻ ആണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും സങ്കീർണമായ പരിശുദ്ധ പിതാവിന്റെ ആരോഗ്യനില കണക്കിലെടുത്ത് ഇനിയും പലവിധത്തിലുള്ള ചികിത്സകളും തെറാപ്പികളുമായി പരിശുദ്ധ പിതാവ് കുറെ ദിവസങ്ങൾ കൂടി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് പല തെറാപ്പികൾക്കും ഒക്കെ ശേഷം അല്പം വിശ്രമത്തിന് ശേഷം ഉച്ച കഴിഞ്ഞ് പരിശുദ്ധ പിതാവ് ജമലി ഹോസ്പിറ്റലിലെ 10ാം നിലയിലുള്ള തന്റെ അപ്പാർട്ട്മെന്റിൽ ഉള്ള സ്വകാര്യ ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കുകയും അതിനുശേഷം വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തു എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ലോകം മുഴുവനും ഉയർത്തപ്പെടുന്ന പരിശുദ്ധ പിതാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും എല്ലാ ദിവസവും വത്തിക്കാൻ സ്ക്വയറിൽ രാത്രി 9 മണിക്ക് നടത്തുന്ന പ്രാർത്ഥനകളുമെല്ലാം ഫലദായകമായി കൊണ്ടിരിക്കുക എന്ന് തന്നെയാണ്. ഇന്ന് വത്തിക്കാൻ സ്ക്വയറിൽ പരിശുദ്ധ ജപമാലയ്ക്ക് നേതൃത്വം കൊടുത്ത് പ്രാർത്ഥന നയിച്ചത് റോമൻ രൂപതയിലെ വികാരി ജനറലായ കർദിനാൾ ബാൽദോ റേനിയാണ്. ഈ ദിവസങ്ങളിൽ തുടർന്നു വരുന്ന രാത്രി 9 മണിയിലെ ജപമാല പ്രാർത്ഥനയിൽ അനേകം കർദിനാൾമാരോടും ബിഷപ്സിനോടും വൈദികരോടും സന്യസ്തരോടും എല്ലാ മനുഷ്യരോടും ചേർന്ന് നടത്തിയ പ്രാർത്ഥനകൾ ഒരു പ്രത്യേക തരത്തിലുള്ള അനുഭവമാണ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും തിരുസഭയാകുന്ന മഹാകുടുംബത്തിന്റെ ഭാഗമായി നമ്മൾ എല്ലാവരും തിരുസഭയുടെ നാഥനായ പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വലിയൊരു അനുഭവം തന്നെയാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകാനായിട്ട് സാധിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി ഫാദർ ജോജിയോടൊപ്പം ഫാദർ ജോബി പോൾ.